ദേവിക്ക് അവിടെ ജോലി ശരിയായി. ആ സന്തോഷം പങ്കുവെക്കാനല്ല വിളിച്ചത്. രാഹുലിന്റെ മോളാണ് പ്രാർത്ഥന. അവളിന്നൊരു പേഷ്യന്റ് ആണ്. മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞേക്ക്. ജീവിതം എൻജോയ് ചെയ്യുന്നതിനിടയിൽ ഇത്തരം വാർത്തകൾ ഒരു ശല്യമായിരിക്കും. എന്നാലും ഒന്ന് അറിയിച്ചേക്ക്, മോളെ ഇത്രയും മാരകമായ ഒരു രോഗം പിടികൂടിയിരിക്കുകയാണെന്ന്. എന്തായാലും അച്ഛനല്ലേ. എന്തിനാ അളിയൻ വിളിച്ചത്? നിങ്ങളുടെ മുൻ ഭാര്യയും മകളും എറണാകുളത്തേക്ക് വരുന്നെന്ന്. ദേവികയോ? ദേവിക അല്ലാതെ വേറെ ഭാര്യ ഉണ്ടായിരുന്നു രാഹുലിന്. എന്തിനാ അവളിപ്പോ മോളെയും കൂടി ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഏതോ TV ചാനലിൽ ജോലിയായി പോലും. രാഹുലിന് എന്തിനാ ടെൻഷൻ? നിങ്ങളെ കാണാനാണ് അവള് വരുന്നതെന്ന് വിചാരിച്ചോ? അഥവാ ആണെങ്കിൽ തന്നെ എന്താ? അവളെ കണ്ടാൽ നിങ്ങൾ പതറിപ്പോവോ? ദേവിക്ക് അറിയില്ല നമ്മളിവിടെ ഒന്നിച്ച് താമസിക്കുന്ന കാര്യം. ആ സ്ഥിതിക്ക് അവൾ ഇതേ സിറ്റിയിലേക്ക് വന്നാൽ എന്താ? അവൾ നമ്മളെ ഒരുമിച്ച് കണ്ടുന്നിരിക്കട്ടെ. രാഹുൽ എന്തു ചെയ്യും? അവള് കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. കൊച്ചും സുഖായിരിക്കുന്നു. ഒരു പനി പോലും വരാറില്ലെന്നാ നിങ്ങളുടെ അളിയൻ പറഞ്ഞത്. പിന്നെന്താ? ഇനി കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും ദേവിക്ക് നോക്കിക്കോളൂ. നല്ല ജോലി കിട്ടിയിരിക്കുകയല്ലേ. ഞെട്ടണ്ട, ഞാൻ നോക്കാം. ആ ഗ്രേസി ആന്റിയാ. രാഹുൽ, ഹൗസ് ഓണർ ഗ്രേസി ആന്റിയാ. കേറി വാ ആന്റി. സുഖാണല്ലോ? കുഴപ്പമില്ല, സുഖായിരിക്കുന്നു. ഇരിക്കെ. ആ, ഭാര്യയും ഭർത്താവും ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, നേരത്തെ വന്നതാ. ആ, കറണ്ടും വെള്ളമൊക്കെ മുടങ്ങാതെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും. ഓ, അയ്യോ, വാടക പിരിക്കാനായിട്ട് വന്നതല്ല ഞാൻ. ഇവിടത്തെ കാശിന് മുടക്കം വരില്ല എന്ന് എനിക്കറിയില്ലേ. പിന്നെ ഇതിലേ പോയപ്പോ ഒന്ന് കേറി. നിങ്ങളെയും കാണാം, വീടും കാണാം. അതെ, പതിവ് ചോദ്യം ഞാൻ ചോദിക്കുക. ബിന്ദുവിന് വിശേഷമൊന്നും ആയില്ലേ? ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? രണ്ടുപേർക്കും ജോലിയുണ്ട്, വേറെ പ്രശ്നവും ഇല്ല. നമ്മൾ ഇരിപ്പാവുമ്പോഴേക്കും മക്കളെ നടപ്പാവണം. അതാ അതിന്റെ യുക്തി. ഇനി ഞാൻ വരുമ്പോ വിശേഷം ഉണ്ടെന്ന് ബിന്ദുവിനെ കൊണ്ട് പറയിപ്പിക്കണേ സാറേ. ഞങ്ങൾ ചിലപ്പോ അടുത്ത് തന്നെ വീട് മാറാനൊരു പ്ലാനുണ്ട്. അതെന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? അതല്ല, ഓഫീസിനടുത്തേക്ക് വീട് കിട്ടിയാ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതിനെന്താ, വാടകക്കാര് വരും പോവും. നേരത്തെ ഒന്ന് പറയണോന്നേ ഉള്ളൂ. എനിക്ക് വേറെ പാർട്ടിയെ നോക്കാലോ. അപ്പൊ ശരി, ചെല്ലട്ടെ. പോട്ടെ. രാഹുൽ, ഈ വീട്ടിൽ നിന്ന് മാറാൻ പോവാന്ന് പറഞ്ഞെന്തിനാ? നമ്മളത് ആലോചിച്ചില്ലല്ലോ. പെട്ടെന്ന് തോന്നിയതാ. അതിന് കാരണം എന്താന്ന് പറയേ. എപ്പോഴായാലും മാറണ്ടേ? എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാ?
വേറെ ഫ്ലാറ്റോ മറ്റോ നോക്കാം. ഫ്ലാറ്റ് ആവുമ്പോ കുറെ കൂടി സേഫാണ്. ദേവിക്ക് തേടിപ്പിടിച്ച് ഫ്ലാറ്റിൽ എത്തിക്കൂടാന്നുണ്ടോ? ദേവികയോ? അവള് വരുന്നു കേട്ടതുകൊണ്ടല്ലേ ഉടനെ ഈ വീട് മാറണോന്ന് നിങ്ങൾക്ക് തോന്നിയത്. ആ കാരണം കൊണ്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഒരുത്തി ഇങ്ങോട്ട് വരികയില്ല. വന്നാൽ അന്നേരം നോക്കാം ബാക്കി കാര്യം. വാ, ചായ എടുക്കാം. ഇങ്ങനെ മൂഡ് ഓഫ് ആയാലോ? വാ, നമുക്ക് ഒരുമിച്ച് ചായ ഉണ്ടാക്കാം. കമോൺ, വാ, നടക്കങ്ങോട്. ദേവികേച്ചി ഇവിടെ ഇല്ല. എനിക്ക് രാഹുലിന്റെ മോളെയാ കാണേണ്ടത്. എവിടെ? കുഞ്ഞിവിടില്ലേ? ചേച്ചി വാ. ഇരിക്കേ. ഇന്നലെ പറഞ്ഞത് മറക്കണ്ട. അസുഖത്തിന്റെ വിവരം പ്രാർത്ഥനയ്ക്ക് അറിയില്ല. ചേച്ചിയുടെ മുഖഭാവം കൊണ്ടുപോലും അവൾക്കൊരു സംശയം തോന്നരുത്. മനസ്സിലായി. ആരാ ആന്റി? മോള് വാ. മോക്ക് മനസ്സിലായോ? ആന്റിയാ. മോളുടെ അച്ഛന്റെ ചേച്ചി. അച്ഛൻ എവിടെ? അച്ഛൻ വരും. എല്ലാരും ഇങ്ങനെ പറയുന്നു, അച്ഛൻ മാത്രം വരുന്നില്ല. അതെന്താ? വരും. ഒരു ദിവസം മോളെന്ന് വിളിച്ചോണ്ട് കാണാൻ വരും. ഫ്രൂട്ട്സാ. ഞാൻ ഇത് കൊണ്ടുപോയി വച്ചിട്ട് വരാം. ഇപ്പൊ കഴിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാ മതി കേട്ടോ. എനിക്കറിയാം. എന്ത് പരീക്ഷണമാണ് ഈശ്വര. ലോകത്തിന് ഭാരമായി എത്രയോ പേർ ജീവിക്കുന്നു. അത് കാണാതെ ഒന്നും അറിയാത്ത കുഞ്ഞിന് മാറാരോഗം സമ്മാനിച്ചിരിക്കുന്നു. ദൈവം എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? സുഖപ്പെടുമെന്ന് പലരും പറയുമെങ്കിലും അസുഖം ക്യാൻസർ ആണല്ലോ. മോളുടെ അടുത്ത് ആരെങ്കിലും എപ്പോഴും വേണം. അതാ ഞാനിന്ന് ഇവിടെ തന്നെ കൂടിയത്. ദേവിക അസുഖത്തിന്റെ കാര്യം അറിയിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്താ ഗുണം? നാളെ ആയാലും അവൾ അറിയണ്ടേ? സുജേച്ചിയും ഞാനും ദേവികേച്ചിയുടെ കൂട്ടുകാർ മാത്രാണ്. എത്ര അടുത്ത ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും സൗഹൃദത്തിന് പരിമിതികളുണ്ട്. ഒരമ്മയ്ക്കും താങ്ങാനാവാത്ത വാർത്തയാണ് ചേച്ചി അറിയിക്കേണ്ടത്. ആശ്വാസം പകരേണ്ടത് രാഹുൽ സാറാണ്. കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയും കാണാത്തോണ്ടാ ഊർമിളേച്ചി വിവരം അറിയിച്ചത്. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ ചേച്ചി? സുജ എവിടെ? എറണാകുളത്ത് പോയിരിക്കുക. ദേവികേച്ചി അറിയാതെ അവിടെ ചിലതൊക്കെ ഏർപ്പാടാക്കാനുണ്ട്. എന്നിട്ട് ചിലപ്പോ ദേവികേച്ചിയെ കണ്ടിട്ടേ വരൂ. ആന്റി,
വർത്തമാനം പറയുന്ന ഇടയ്ക്ക് ആപ്പിൾ കഴിക്കാം. കഴിക്കാൻഡി. മോള് കഴിക്കേ. എത്രയാ? 50. ദാ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരാ? ടൈം ടിവിയുടെ നിരഞ്ജൻ സാറിന്റെ വീട്. അതെ, സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നിരഞ്ജൻ ഓഫീസിലാണല്ലോ. അവിടെ ചെന്നാൽ കാണാം. സാറെപ്പോഴാ വരിക? അത് പറയാൻ പറ്റില്ല. ചിലപ്പോ രാത്രിയാവും. ചാനലിലേക്ക് ചെന്നാ മതി, അവിടെ കാണാം. എന്തു പറ്റി? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരിക. പേര് സുജ. ടൈം ടിവിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ദേവികയുടെ കൂട്ടുകാരിയാ. ഓ, സാറിനോട് എനിക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയ കാര്യം പറയാനുണ്ട്. ഓഫീസിൽ ചെന്ന ദേവിക അറിയും. ഞാൻ വന്ന വിവരം അവൾ അറിയാൻ പാടില്ല. മാഡം ഒരു ഹെൽപ്പ് ചെയ്യോ? സാറിനെ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞ ഉപകാരായി. ഒരു 5 മിനിറ്റ് മതി. അത് പറ്റില്ല. ഓഫീസ് ടൈമിൽ നിരഞ്ജൻ ഇങ്ങോട്ടും പോവില്ല. എന്താ ഇത്രയും കോൺഫിഡൻഷ്യലായി നിരഞ്ജനുമായി ഡിസ്കസ് ചെയ്യാൻ? എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നു. എനിക്ക് ഇത്രയും സൂചനകളും തന്നു. ബാക്കി കൂടി പറയൂ. മാഡം പറയൂ. ഞാനും ദേവികയും മറ്റൊരു കൂട്ടുകാരിയും ചേർന്ന് ഒരു വാടക വീടെടുത്താ താമസിക്കുന്നത്. ദേവികയ്ക്കൊരു മോളുണ്ട്. 7 വയസ്സാകുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ദേവികയുടെ എല്ലാ പ്രതീക്ഷയും അവളുടെ മോളാ. ദേവികയുടെ ഹസ്ബൻഡ് ഉണ്ട്, രാഹുൽ. പക്ഷേ ആളിപ്പോ സ്ഥലത്തില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോ ദേവികയുടെ ജീവിതത്തില് വലിയ എന്താ അതിന് പറയണ്ടെന്നറിയില്ല. ഒരു വലിയ ട്രാജഡി വന്നിരിക്കുക. അവളിവിടെ ജോലിക്ക് ചേരാൻ വന്ന ദിവസം മോൾക്കൊരു തലചുറ്റലുണ്ടായി വീണു. ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയ്യോ, മുറിവ് പറ്റിയോ? മുറിവൊന്നും സാരല്ല. പക്ഷേ ടെസ്റ്റുകൾ നടത്തിയതിന്റെ റിസൾട്ട് വന്നപ്പോ കുഞ്ഞിന് അവൾക്ക് ബ്ലഡ് ക്യാൻസറാ. മൈ ഗോഡ്. എന്നിട്ട് ദേവിക വിവരം അറിയിച്ചോ? ഇല്ല, അവൾ ഇക്കാര്യം അറിയരുത്. അതാണ് പ്രശ്നം. അതറിഞ്ഞ അവള് തകർന്നു പോവും മാഡം. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനും മടിക്കില്ല. കാരണം ദേവികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അവളുടെ മോള്. പ്രാർത്ഥന മോൾക്ക് വേണ്ടിയാ അവൾ ജീവിക്കുന്നത് തന്നെ. പ്രാർത്ഥനയെന്നാണോ മോളുടെ പേര്? സ്വീറ്റ് നെയിം. സുജവ,
ഇപ്പോഴെന്തായാലും ദേവിക മോളുടെ രോഗവിവരം അറിയാൻ ഇടവരരുത്. അതേസമയം അവള് കുട്ടിയുടെ അടുത്തുണ്ടാവുകയും വേണം. ട്രീറ്റ്മെന്റ് തുടങ്ങണ്ടേ? അവിടെയാണ് നിരഞ്ജൻ സാറിന്റെ സഹായം വേണ്ടത്. ദേവികയ്ക്ക് എങ്ങനെയെങ്കിലും ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കണം. ചാനലിന് അവിടെ ഓഫീസ് ഉണ്ടല്ലോ. ജോയിൻ ചെയ്ത ഉടനെ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് അതിനുവേണ്ട പ്രൊസീജിയേഴ്സ് ചെയ്യിക്കണം. മാഡം വിചാരിച്ചാൽ നടക്കും. ഞങ്ങൾ 2 കൂട്ടുകാരല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല എന്നുള്ളതാ സത്യം. രാഹുലുമായുള്ള വിവാഹം എല്ലാവരിൽ നിന്നും ദേവികയെ ഒറ്റപ്പെടുത്തി. ജീവിതത്തിൽ മോൾ മാത്രമാണുള്ളത്. ആ കുഞ്ഞിന് ഇങ്ങനൊരു ദുർവിധി. എനിക്ക് മനസ്സിലാവുന്നു. ദേവിക ജോലിയിൽ ചേർന്നതല്ലേ ഉള്ളൂ. ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നിരഞ്ജനോട് സംസാരിക്കാം. മാക്സിമം ശ്രമിക്കാം. മാഡത്തിന് നമ്പർ തന്നാ ഞാൻ വിളിക്കാം. നോട്ട് ചെയ്തോളൂ. 920-730-4621. ഈ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ദേവിക അറിയരുത് മാഡം. സാറിനോടും പ്രത്യേകം പറയണം. ഓക്കെ. വെരി ഗുഡ് ദേവിക, നന്നായിട്ടുണ്ട്. പ്രാർത്ഥനയോടെ. ആ പേര് കൊള്ളാം. താങ്ക് യു സർ. ഈ പരിപാടിയിലൂടെ നമ്മുടെ ചാനലിലെ റേറ്റിംഗ് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ദേവിക ഇപ്പോ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത ഒരു രീതിയില്ലേ, ക്യാച്ചിങ് ആണ്. ആ റൂട്ടിലങ്ങ് പോയാൽ മതി. ഓഡിയൻസിന് ഇഷ്ടപ്പെടും. നമുക്ക് ഷൂട്ട് തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ആരംഭിക്കാം. അതിന് സ്ക്രിപ്റ്റ് ആവണ്ടേ? ദേവിക എഴുതി തുടങ്ങട്ടെ. എത്ര സമയം വേണ്ടി വരും? ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആണ് വേണ്ടത്. കഴിയുന്നത്ര വേഗത്തിൽ എഴുതാം സർ. ആ, ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ആരതിയുണ്ട്. ക്യാരി ഓൺ ദേവിക, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഓക്കെ സർ. ഞാൻ ശരിക്കും ഹാപ്പിയാണ്. ദേവിക ഡിസൈൻ ചെയ്ത ഈ പ്രോഗ്രാം പ്രാർത്ഥനയോടെ ഇത് ടൈം ടിവിക്ക് ഒരു വഴിത്തിരിവായിരിക്കും. ഐ എം ഷുവർ. എന്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. കൂടണമല്ലോ. നമ്മളിതുവരെ ചെയ്തൊന്നും പ്രോഗ്രാമല്ല, ഓരോരോ അവതാരങ്ങളും. നിരഞ്ജൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത്രയും സീരിയസ് ആയ ഒരു വിവരം ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ദേവിക്കൊരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഞാനും ചോദിച്ചു. വിവാഹത്തോടെ ദേവിക ഫാമിലിയിൽ നിന്ന് ഒറ്റപ്പെട്ടു അത്രേ. എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ കാണും. ഏറെക്കുറെ സെയിം അനുഭവമുള്ളവരാണല്ലോ നമ്മളും. പിന്നെ അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഇങ്ങനൊരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ വരില്ല. സത്യത്തിൽ ആ കുട്ടിക്ക് ഇത്രയും സീരിയസ് ആയി അസുഖമാണെന്ന് കേട്ടപ്പോ ഞാൻ ഷോക്ക്ഡായി നിരഞ്ജൻ. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞത് വിശ്വസിക്കാമോ? അതെന്താ? ഒരു ലീവ് കിട്ടാൻ വേണ്ടി ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ മരിച്ചു എന്നൊക്കെ കള്ളം പറയാറുണ്ട് പലരും. അപ്പോ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി ഇതങ്ങനെയൊന്നല്ല, ജെന്യുവൻ കേസാ. ആ സുജയുടെ മുഖത്ത് നിന്ന് അതെനിക്ക് വായിച്ചറിയാൻ കഴിഞ്ഞു. എനിവേ, ഇപ്പൊ ദേവിക തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്
നടക്കുന്ന കാര്യമല്ല. പറ്റില്ല. ഒരു രക്ഷയില്ലേ? നിരഞ്ജൻ പ്രോഗ്രാം ചീഫ് അല്ലേ? ആ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് നോ എന്ന് ഞാൻ പറഞ്ഞത്. ഫിക്ഷന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇവിടെയാണ്. പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. അതിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഡ്യൂസറായിട്ടാണ് ദേവിക അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ക്ലറിക്കൽ പോസ്റ്റിലല്ല. പിന്നെ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് വിടും? അല്ല, തിരുവനന്തപുരത്ത് ഇരുന്നോണ്ട് ദേവികയ്ക്ക് നോ, അത് നടക്കില്ല. നടക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് താൻ റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഇന്റൻഷനും എനിക്ക് മനസ്സിലായി. നിരഞ്ജൻ പ്ലീസ്. പക്ഷേ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ആ, എങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ദേവികയുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. ട്രീറ്റ്മെന്റ് ഇവിടെ ആവാലോ. ഇവിടെയായാൽ മറ്റൊരു പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. ക്യാൻസർ രോഗത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ഡോക്ടർ നീലാംബരൻ എറണാകുളത്തുണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ദേവിയോട് പറയാൻ പറ്റില്ലല്ലോ. മകൾക്ക് അസുഖമുണ്ടെന്നുള്ള വിവരം അയാളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, നമുക്കായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ ഇങ്ങനെ ദേവിക സഹിക്കും. അതേസമയം കുട്ടിയെ ദേവികയുടെ അടുത്തെത്തിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാരും കൂടി ഒന്ന് വിചാരിച്ചാ നടക്കും. എങ്ങനെ? താനെന്താ ഉദ്ദേശിക്കുന്നത്? കൺവിൻസിംഗ് ആയൊരു കഥ, ഐ മീൻ ഒരു കള്ളക്കഥയുണ്ടാക്കി ദേവികയോട് പറയണം. അയാള് വിശ്വസിക്കണം. പ്രിയ എങ്ങോട്ടാ പോകുന്നത്? താനെന്തിനാ ഇതിൽ ഇത്ര ഇൻവോൾവ്ഡ് ആവുന്നത്? അറിയില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ അമ്മയും മോളും എന്റെ മനസ്സിൽ എവിടെയോ ഇടം പിടിക്കുന്നു നിരഞ്ജൻ. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്നു. അരുതെന്ന് പറയരുത് പ്ലീസ്. ദേവികയുടെ കുട്ടിയെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ സുജോട് ആലോചിച്ചോട്ടെ. നിരഞ്ജൻ, Yeah.